നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവവികാസങ്ങളിലേക്ക്. സംസ്ഥാനത്ത് വീണ്ടും പേവിഷബാധയേറ്റ് മരണം. തിരുവനന്തപുരം SATയിൽ ചികിത്സയിലായിരുന്ന 7 വയസ്സുകാരി മരിച്ചു. പത്തനാപുരം സ്വദേശിനി നിയ ഫൈസലാണ് മരിച്ചത്. പത്തനാപുരത്ത് നാശം വിതച്ച് കാറ്റും മഴയും. വാഹനത്തിന് മുകളിൽ മരം വീണു. വിവിധയിടങ്ങളിൽ നാശനഷ്ടം. വീടിന്റെ മേൽക്കൂര കാറ്റിൽ പറന്നുപോയി. പട്ടാഴിയിൽ നായക്കൂട്ടിലൊളിപ്പിച്ച് അനധികൃത മദ്യവിൽപ്പന. നിരവധി കേസുകളിലെ പ്രതി അറസ്റ്റിൽ. പട്ടാഴി കോളൂമുക്ക് സ്വദേശി ഭദ്രൻപിള്ളയാണ് അറസ്റ്റിലായത്. വേടനെതിരായ വനം വകുപ്പിന്റെ നിലപാടിനെ വിമർശിച്ച് PC വിഷ്ണുനാഥ് MLA. വേടന്റെ നിലപാടുകളോടുള്ള രാഷ്ട്രീയമാണ് വനം വകുപ്പിന്റെ നിലപാടിൽ കാണുന്നത്. ദളിത് രാഷ്ട്രീയം ഉയർത്തുന്ന വേടനെ വേട്ടയാടുകയാണെന്നും MLA. വിശദമായ വാർത്തകളിലേക്ക്. തെരുവുനായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരിക്കെ മരണമടഞ്ഞ നിയ ഫൈസലിന് വേദനയോടെ വിട. വാക്സിൻ എടുത്തിട്ടും നിയയ്ക്ക് പേവിഷബാധ ഏൽക്കുകയായിരുന്നു. തിരുവനന്തപുരം SATയിൽ ചികിത്സയിലിരിക്കെയായിരുന്നു മരണം. എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. കരയില്ലെന്ന് പറഞ്ഞു പോവാൻ പറ്റത്തില്ല. ഏപ്രിൽ 8-നാണ് വീടിന് സമീപത്ത് വെച്ച് 7 വയസ്സുകാരി നിയ ഫൈസലിന് തെരുവുനായയുടെ കടിയേറ്റത്. തുടർന്ന് കുന്നിക്കോട് കുടുംബാരോഗ്യ കേന്ദ്രത്തിലും പുനലൂർ താലൂക്ക് ആശുപത്രിയിലുമായി കുട്ടിക്ക് വാക്സിനുകൾ എടുത്തിരുന്നു. എന്നാൽ തിങ്കളാഴ്ച പുലർച്ചെ 1:30-ഓടെ കുട്ടി മരിച്ചു. പേവിഷബാധയെ തുടർന്ന് തിരുവനന്തപുരം SAT ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു മരിച്ച നിയ ഫൈസൽ. ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശപ്രകാരം നിയ ഫൈസലിന്റെ മൃതദേഹം മതാചാരപ്രകാരം പുനലൂർ ആലഞ്ചേരി ജമാഅത്ത് പള്ളിയിൽ കബറടക്കി. കബറടക്ക സമയത്ത് പൊട്ടിക്കരയുന്ന സഹോദരൻ ഇഷാൻ വേദനിക്കുന്ന കാഴ്ചയായിരുന്നു. അങ്ങോട്ട് വെച്ചാ ഹബീറ ഫൈസൽ ദമ്പതികളുടെ ഇളയമകൾ നിയ ഫൈസൽ കുന്നിക്കോട് ആവണീശ്വരം PRNM സ്കൂളിലെ 2ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. കുട്ടിയുടെ അമ്മ ക്വാറന്റൈനിൽ തുടരാനാണ് ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം. പെറ്റുപെരുകുന്ന തെരുവുനായ്ക്കളും വർദ്ധിച്ചുവരുന്ന തെരുവുനായ ആക്രമണങ്ങളും കേരളത്തിലെ ജനങ്ങളെ ഭീതിയിലാക്കിയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ തെരുവുനായ ആക്രമണമേറ്റ നിയ ഫൈസലിന് സർക്കാർ ആരോഗ്യ സംവിധാനത്തിൽ കൃത്യമായി വാക്സിനുകൾ എടുത്തിട്ടും കുട്ടി പേവിഷബാധയേറ്റ് മരിച്ചത് ഞെട്ടലുളവാക്കുന്ന വാർത്തയാണ്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ പുനലൂരിൽ കൺവെൻഷൻ സംഘടിപ്പിച്ചു. മെയ് 20-ന്റെ ദേശീയ പണിമുടക്കുമായി ബന്ധപ്പെട്ടാണ് കൺവെൻഷൻ നടത്തിയത്. കേന്ദ്ര സർക്കാരിന്റെ വർഗീയ തൊഴിലാളി വിരുദ്ധ നിലപാടുകളിൽ പ്രതിഷേധിച്ചാണ് ദേശീയ പണിമുടക്ക് നടത്തുന്നത്. സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ പുനലൂരിൽ തൊഴിലാളി കൺവെൻഷൻ ചേർന്നു. വിവിധ മുദ്രാവാക്യങ്ങൾ ഉയർത്തി മെയ് 20-ന് നടക്കുന്ന ദേശീയ പണിമുടക്കിന്റെ ഭാഗമായാണ് കൺവെൻഷൻ സംഘടിപ്പിച്ചത്. ചെമ്മന്തൂർ K. കൃഷ്ണപിള്ള സ്മാരക ഹാളിൽ ചേർന്ന കൺവെൻഷൻ CI2 ജില്ലാ സെക്രട്ടറി S. ജയമോഹൻ ഉദ്ഘാടനം ചെയ്തു. ബ്രിട്ടീഷ് കാലത്തെ ഭരണ സംവിധാനത്തെ പോലും ലജ്ജിപ്പിക്കുന്ന രൂപത്തിലേക്ക് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന തൊഴിൽ നിയമങ്ങൾ തന്നെ കാറ്റിൽ പറത്തി തൊഴിലാളി വർഗത്തോടല്ല ഞങ്ങൾക്ക് കൂറും വിധേയത്വവും, രാജ്യം കൊള്ളയടിക്കപ്പെടുന്ന കോർപ്പറേറ്റുകളോടാണ് കൂറെന്ന് തെളിയിക്കുന്ന രൂപത്തിലേക്കാണ് ബ്രിട്ടീഷുകാരുടെ കാലത്ത് കൊണ്ടുവന്ന തൊഴിൽ നിയമങ്ങളും ചട്ടങ്ങളും എല്ലാം എടുത്തു മാറ്റിക്കൊണ്ട് ലേബർ കോഡ് എന്ന നിലയിൽ എല്ലാ തൊഴിൽ നിയമങ്ങളെയും ഒരു കോഡിന്റെ പേരിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് അത് നടപ്പിലാക്കി എടുക്കാൻ ഇന്ത്യൻ പാർലമെന്റിൽ ബില്ല് പാസ്സാക്കി എടുക്കുകയാണ് BJPയുടെ നേതൃത്വത്തിലുള്ള മോഡിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ചെയ്തത് എന്നതാണ്. എന്നാൽ ആ പാസ്സാക്കി എടുത്ത നിയമം എന്തുകൊണ്ട് രാജ്യത്ത് ഇതുവരെ നടപ്പിലാക്കാൻ അവർക്ക് കഴിഞ്ഞില്ല എന്നത് നമ്മൾ ആലോചിക്കുമ്പോൾ, നടപ്പിലാക്കാൻ അവർക്ക് കഴിയാത്തത് നമ്മളെപ്പോലെയുള്ള ആളുകൾ ജാഗ്രതയോടെ നോക്കി പ്രത്യേകാതങ്ങൾ തൊഴിലാളികളെ സമൂഹത്തെയും പഠിപ്പിച്ച് അവരുടെ പ്രതിഷേധം ഈ ബില്ല് കൊണ്ടുവന്ന ആളുകൾക്കെതിരായി നല്ല നിലയിൽ രൂപപ്പെട്ട് നിൽക്കുന്നതിൻ്റെ ഭാഗമായി അങ്ങനെ അടിച്ചേൽപ്പിക്കപ്പെട്ടാൽ അത് പെട്ടെന്ന് സാധ്യമാകുന്ന ഒന്നല്ല എന്ന് തോന്നിയത് കൊണ്ടാണ്
പരിഷ്കരിച്ചു കൊണ്ടുവന്ന തൊഴിൽ നിയമങ്ങൾ, ലേബർ കോഡ് ഇതുവരെ രാജ്യത്ത് നടപ്പിലാക്കാൻ കഴിയാത്തത്. AITUC നേതാവ് ജോബോയി പെരേര അധ്യക്ഷത വഹിച്ചു. CI2 ഏരിയ സെക്രട്ടറി AR കുഞ്ഞുമോൻ സ്വാഗതം പറഞ്ഞു. നേതാക്കളായ K രാജു, P സജി, MA രാജഗോപാൽ, S പിജു, ബാബു പടിക്കർ, നഗരസഭാ ചെയർപേഴ്സൺ K പുഷ്പലത തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കുടിവെള്ള പൈപ്പ് പൊട്ടി ശുദ്ധജലം പാഴാകുന്നു. ചവറ പന്മന കോലമുക്കിലാണ് സംഭവം. മാസങ്ങളായി ലക്ഷക്കണക്കിന് ലിറ്റർ ജലം പാഴായിട്ടും അധികൃതർ നടപടി സ്വീകരിച്ചിട്ടില്ല. പ്രദേശത്ത് വെള്ളക്കെട്ടും രൂക്ഷമാണ്. ഇങ്ങനെ കിടന്നിട്ടേ ഇത് പറ്റത്തുള്ളൂ. വെള്ളം ഒഴുകുന്നില്ല. ഞങ്ങൾ എന്തോ ചെയ്യും? ആരടുത്ത് പറയാനാ? ഇവിടുത്തെ മെമ്പർ ഇവിടെ ഒന്നും തിരിഞ്ഞു നോക്കത്തുകൂടിയില്ല. ചവറ കോലമുക്കിലാണ് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നത്. ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് JCB ഉപയോഗിച്ച് മണ്ണ് മാറ്റിയപ്പോഴാണ് ഭൂഗർഭ പൈപ്പ് ലൈൻ പൊട്ടിയത്. എന്നാൽ കുടിവെള്ള പൈപ്പ് പൊട്ടിയിട്ട് മാസങ്ങളായിട്ടും വേണ്ട നടപടി സ്വീകരിക്കാൻ അധികൃതർ തയ്യാറായിട്ടില്ല. പൈപ്പ് പൊട്ടി വെള്ളം തടാകം പോലെ കെട്ടിക്കിടക്കുകയാണ്. സമീപത്തെ വീടുകളിലേക്ക് വെള്ളം കയറുന്ന സാഹചര്യവുമുണ്ട്. ഈ ദുസ്ഥിതി നാട്ടുകാർ പഞ്ചായത്ത് അംഗത്തെ അറിയിച്ചെങ്കിലും പരിഹാരം ഉണ്ടായില്ല. 4-ാമത്തെ വട്ടം ഇങ്ങനെ വെള്ളം കയറി ഇരിക്കുന്നത്. ഇവിടെ ഇച്ചിരി കുഴിക്കും, നേരം പൈപ്പ് പൊട്ടും. ആ വെള്ളം ഇവിടെ താഴ്ന്ന സ്ഥലമായതുകൊണ്ട് ആ വെള്ളം എല്ലാം ഇങ്ങോട്ടാണ് വരുന്നത്. എന്തൊരു ബുദ്ധിമുട്ടാണ്. മെമ്പറെ അടുത്ത് വിളിച്ച് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അവർ ഇങ്ങോട്ട് നോക്കത്ത് കൂടിയില്ല. ഇങ്ങനെ കിടന്നിട്ടേ ഇത് പറ്റത്തുള്ളൂ. വെള്ളം ഒഴുകുന്നില്ല. ഞങ്ങൾ എന്തോ ചെയ്യും? ആരടുത്ത് പറയാനാ? ഇവിടുത്തെ മെമ്പർ ഇവിടെ ഒന്നും തിരിഞ്ഞു നോക്കത്ത് കൂടിയില്ല. ആണ് ഇവിടെ ഞങ്ങൾ ഇവിടെ കയറും, തിരക്കാത്തൊക്കെ കയറും. ലക്ഷക്കണക്കിന് ലിറ്റർ കുടിവെള്ളമാണ് ഇവിടെ പാഴാകുന്നത്. വേനൽക്കാലത്ത് മിക്ക പ്രദേശങ്ങളിലും കുടിവെള്ളക്ഷാമം ഉൾപ്പെടെ ഉണ്ടാകുന്ന സാഹചര്യത്തിലാണ് വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥ മൂലം ലക്ഷക്കണക്കിന് ലിറ്റർ കുടിവെള്ളം പാഴാകുന്നത്. ഇക്കാര്യത്തിൽ അടിയന്തരമായ നടപടി വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, ചവറ. പത്തനാപുരത്ത് നാശം വിതച്ച് കാറ്റും മഴയും. വാഹനത്തിന് മുകളിൽ മരം വീണു. വിവിധയിടങ്ങളിൽ നാശനഷ്ടം. കഴിഞ്ഞ വൈകുന്നേരം പെയ്ത മഴയ്ക്കൊപ്പം വീശിയടിച്ച ശക്തമായ കാറ്റിലാണ് കനത്ത നാശനഷ്ടമുണ്ടായത്. 3 മണിയോടുകൂടി നമ്മൾ ഓഫീസിൽ നിൽക്കുമ്പോഴാണ് ഭയങ്കരമായിട്ടുള്ള കാറ്റും മഴയും ശക്തമായി പെയ്ത് ഈ മരം കാറ്റത്ത് വീട് ബസ്സിൻ്റെ മുകളിലും കാറിൻ്റെ മുകളിലുമായിട്ടൊക്കെ വീണ് കേടുപാടുകൾ സംഭവിച്ചു. ഭയങ്കരമായിട്ടുള്ള ഇടിയും മഴയും. നെറ്റ് കംപ്ലീറ്റ് പോയി, കറണ്ടില്ല. കഴിഞ്ഞ വൈകുന്നേരം പെയ്ത മഴയ്ക്കൊപ്പം വീശിയടിച്ച ശക്തമായ കാറ്റിലാണ് പത്തനാപുരത്ത് കനത്ത നാശനഷ്ടമുണ്ടായത്. KSRTC ഡിപ്പോ പരിസരത്ത് നിന്ന പാഴ്മരം നിർത്തിയിട്ടിരുന്ന ബസ്സിനും കാറിനും മുകളിലേക്ക് വീണ കാറിന്റെ ചില്ലുകൾ തകർന്നു. ഒരു മാസമേ ഉള്ളൂ ശരിയാക്കി. അന്നും ഇതിനൊക്കെ പോയതാണ്. സൂപ്രണ്ട് മിനിയുടെ കാറിന്റെ പിൻഭാഗത്തെ ചില്ലുകളാണ് തകർന്നത്. അഗ്നിരക്ഷാസേന എത്തിയാണ് മരം മുറിച്ചു നീക്കിയത്. ശക്തമായ കാറ്റിൽ നെടുമ്പറമ്പിൽ വീടിന്റെ മേൽക്കൂര പറന്ന് പ്രധാന പാതയിൽ വീണതിനെ തുടർന്ന് അരമണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു. പരസ്യ ബാനറുകൾ പറന്ന് വൈദ്യുത ലൈനുകൾക്ക് മുകളിൽ വീണതിനെ തുടർന്ന് നഗരത്തിലെ വൈദ്യുതി ബന്ധവും താറുമാറായി. ആലവിള ജനതാ ജംഗ്ഷൻ റോഡിൽ ക്രൗൺ ഓഡിറ്റോറിയത്തിന് സമീപം മരം വീണ് 5 വൈദ്യുതി പോസ്റ്റുകൾ തകർന്നു. പത്തനാപുരം പട്ടാജി റോഡിൽ മരം വീണ് ഗതാഗത തടസ്സവും വൈദ്യുതി ബന്ധം തകരാറിലുമായി. മഴയ്ക്കും കാറ്റിനുമൊപ്പം ശക്തമായ ഇടിമിന്നലിൽ മിക്ക വീടുകളിലും വൈദ്യുതോപകരണങ്ങൾ നശിച്ചു. പത്തനാപുരം, പിറവന്തൂർ, പട്ടാഴി പഞ്ചായത്തുകളിൽ മഴയിൽ കൃഷിനാശവും വ്യാപകമായിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം.
നിലം നികത്തലിനെതിരെ നടപടി. കരുനാഗപ്പള്ളി തൊടിയൂർ ആര്യൻപാടത്താണ് സംഭവം. നിലം നികത്തൽ വ്യാപകമായതോടെ പാടശേഖര സമിതി പരാതിയുമായി രംഗത്തെത്തുകയായിരുന്നു. അധികൃതർ ഇടപെട്ടതോടെ നികത്തിയ നിലങ്ങൾ പൂർവ്വസ്ഥിതിയിലാക്കി തുടങ്ങി. തൊടിയൂർ ആര്യൻപാടത്ത് അനധികൃതമായി നിലം നികത്തുന്നത് വ്യാപകമായതോടെയാണ് പാടശേഖര സമിതിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടപടികൾ ആരംഭിച്ചത്. തൊടിയൂർ വില്ലേജ് ഓഫീസറുടെയും കൃഷി ഓഫീസറുടെയും നേതൃത്വത്തിലായിരുന്നു നടപടികൾ ആരംഭിച്ചത്. തൊടിയൂർ വില്ലേജ് ഓഫീസർ രാജേഷിന്റെ നിർദ്ദേശാനുസരണമാണ് നടപടികൾ സ്വീകരിച്ചത്. നിലം നികത്തൽ ഇനിയും തുടർന്നാൽ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. നികത്തിയ നിലങ്ങൾ പൂർവ്വസ്ഥിതിയിലാക്കി തുടങ്ങിയതായി പാടശേഖര സമിതി സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ കാരയ്ക്കലും പ്രസിഡന്റ് നാസറും അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. പാൻ ഇന്ത്യ നാഷണൽ മാസ്റ്റേഴ്സ് പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടി വനിതകൾ. കേരളത്തിനു വേണ്ടി മത്സരിച്ച സുനിമോൾ എസ്, ലൂസിയ ചാൾസ് ഫെർണാണ്ടസ് എന്നിവരാണ് സ്വർണം നേടിയത്. ഇരുവരും ചവറ പന്മന സ്വദേശികളാണ്. എറണാകുളത്ത് നടന്ന പാൻ ഇന്ത്യ നാഷണൽ മാസ്റ്റേഴ്സ് പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിലാണ് വനിതകളുടെ മാസ്റ്റേഴ്സ് വിഭാഗത്തിൽ കേരള വനിതകൾ സ്വർണം നേടിയത്. കൊല്ലം പന്മന സ്വദേശികളായ സുനിമോളിയസ്, ലൂസിയ ചാൾസ് ഫെർണാണ്ടസ് എന്നിവരാണ് സ്വർണം നേടിയത്. 84 കിലോയ്ക്ക് മുകളിലും ഒന്നാം സ്ഥാനം നേടിയാണ് ഇവർ സ്വർണം കരസ്ഥമാക്കിയത്. വനിതകളുടെ മാസ്റ്റേഴ്സ് വിഭാഗം 84 കിലോ വിഭാഗത്തിലും ഇവർക്കായിരുന്നു സ്വർണം. മുൻ ദേശീയ ചാമ്പ്യൻ മിസ്റ്റർ ഇന്ത്യ ജയകുമാറിന്റെ ശിക്ഷണത്തിലാണ് ഇവർ പരിശീലനം നടത്തുന്നത്. ന്യൂസ് ബ്യൂറോ, ചവറ. പട്ടാഴിയിൽ നായക്കൂട്ടിൽ ഒളിപ്പിച്ച് അനധികൃത മദ്യവിൽപ്പന. നിരവധി കേസുകളിലെ പ്രതി അറസ്റ്റിൽ. പട്ടാഴി കോളർമുക്ക് സ്വദേശി ഭദ്രൻ പിള്ളയാണ് അറസ്റ്റിലായത്. പത്തനാപുരം എക്സൈസ് സംഘമാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. ബാറിന് സമാനമായ സജ്ജീകരണങ്ങളോടെ അനധികൃത മദ്യവിൽപ്പന നടക്കുന്നെന്ന വിവരത്തെ തുടർന്നാണ് എക്സൈസ് സംഘം പരിശോധന നടത്തിയത്. നിരവധി അബ്കാരി കേസുകളിൽ പ്രതിയായ പട്ടാഴി കോളൂർമുക്ക് ദേശത്ത ബിനുവിലാസത്തിൽ 45-കാരനായ ഭദ്രൻപിള്ളയാണ് അറസ്റ്റിലായത്. 140 കുപ്പി വിദേശ മദ്യശേഖരം പട്ടിക്കൂട്ടിൽ നിന്നും കണ്ടെടുത്തു. ചാക്കിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു മദ്യശേഖരം. കൂടിന് പുറത്ത് നായയെ പൂട്ടിയിട്ട നിലയിലായിരുന്നു. ചാക്കുകെട്ടുകളിലായി സൂക്ഷിച്ച മദ്യം ചില്ലറ വിൽപ്പന നടത്തുന്നതിനാണ് സൂക്ഷിച്ചിരുന്നത്. പത്തനാപുരം എക്സൈസ് CI ജി പ്രശാന്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ എക്സൈസ് ഗ്രേഡ് ഇൻസ്പെക്ടർ ആർ ജയചന്ദ്രൻ, പ്രിവന്റീവ് ഓഫീസർ സജി ജോൺ, സിഇഒമാരായ അനിൽകുമാർ സി, അരുൺകുമാർ, നിതിൻ രാജ് എന്നിവരടങ്ങുന്ന സംഘമാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. കേരള ഹിന്ദു സാംബവർ സമാജം സംസ്ഥാന സമ്മേളനം മെയ് 11-ന് നൂറനാട് പാലമേൽ നടക്കും. പാലമേൽ പഞ്ചായത്തിലാണ് സമ്മേളനം നടക്കുന്നത്. കൊടിക്കുന്നിൽ സുരേഷ് MP സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. കേരള ഹിന്ദു സാംബവർ സമാജം സംസ്ഥാന സമ്മേളനമാണ് പാലമേൽ ഗ്രാമപഞ്ചായത്ത് ഓഡിറ്റോറിയത്തിലെ കാവാരിക്കുളം കണ്ടൻകുമാരൻ നഗറിൽ നടക്കുന്നത്. കൊടുക്കുന്നിൽ സുരേഷ് MP ഉദ്ഘാടനം നിർവഹിക്കും. സമാജം സംസ്ഥാന പ്രസിഡന്റ് KK രാജൻ ചിത്രപ്പുഴ അധ്യക്ഷത വഹിക്കും. MS അരുൺകുമാർ MLA മുഖ്യ അതിഥിയാകുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. കഴിഞ്ഞ സംസ്ഥാന ഗവൺമെന്റിന്റെ ബഡ്ജറ്റ് അവതരണത്തിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിൽ ബഡ്ജറ്റ് സമ്മേളനത്തിൽ ബഹുമാന്യനായ മുഖ്യമന്ത്രിയും ധനമന്ത്രിയും പറഞ്ഞ ഒരു കാര്യം, നിലവിൽ എങ്ങനെയായിരുന്നു പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് അവരുടെ സംവരണ തോത്, വിദ്യാഭ്യാസ ആനുകൂല്യത്തിൻ്റെ വിഹിതങ്ങൾ അത് അതേപടി തന്നെ നിലനിർത്തിക്കൊണ്ട് പോകും എന്ന് മാത്രമാണ് പറഞ്ഞത്. പാലമേൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് B വിനോദ് ആശംസാ പ്രസംഗം നടത്തും. സാംസ്കാരിക പരിപാടിയുടെ ഭാഗമായി പാരമ്പര്യ കലകളായ പാക്കനാർ വാദ്യം, പാക്കനാർ പാട്ട്, നാടൻ പാട്ടുകൾ എന്നിവയും അരങ്ങേറും. സമ്മേളനവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചില വിഷയങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. ഓരോ സമ്മേളനത്തിലും നമ്മൾ കാലിക പ്രസക്തിയുള്ള വിഷയങ്ങൾ, ഈ രാജ്യത്തെ പട്ടികജാതി വർഗ വിഭാഗങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ച് നമ്മൾ സർക്കാരിലേക്ക് അറിയിക്കുന്നു. ന്യൂസ് ബ്യൂറോ, ചാരുമൂട്. കേരള ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് സൊസൈറ്റി എംപ്ലോയീസ് യൂണിയൻ CITU ആലപ്പുഴ ജില്ലാ സമ്മേളനം നടത്തി. കായംകുളത്താണ് സമ്മേളനം സംഘടിപ്പിച്ചത്. ചേർത്തലയിൽ മെയ് 18 നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായാണ് ജില്ലാ സമ്മേളനം നടത്തിയത്. സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിലെയും മെഡിക്കൽ കോളേജുകളിലെയും വികസന സമിതിയുടെ കീഴിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരുടെ സംഘടനയാണ് കേരള ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് സൊസൈറ്റി എംപ്ലോയീസ് യൂണിയൻ. യൂണിയന്റെ ആലപ്പുഴ ജില്ലാ സമ്മേളനമാണ് കായംകുളത്ത് നടത്തിയത്. കായംകുളത്ത് നടത്തിയ സമ്മേളനം CITU ജില്ലാ ജനറൽ സെക്രട്ടറി P ഗാനകുമാർ ഉദ്ഘാടനം ചെയ്തു. ഇന്നത്തെ രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റ് നയം രാജ്യത്ത് കേരളത്തിലും അടിച്ചേൽപ്പിക്കാൻ വേണ്ടിയുള്ള ബോധപൂർവ്വ നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത്. സ്ഥിരം നിയമനമേ വേണ്ട,
അപ്പൊ സ്ഥിര നിയമനമേ വേണ്ട എന്ന് പറയുന്നത് 2019 ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയ ഫിക്സഡ് ടൈം എംപ്ലോയ്മെന്റ് സ്കീമാണ്. നിശ്ചിത കാലയളവിലേക്കുള്ള തൊഴില്, ആ നിശ്ചിത കാലയളവിലേക്കുള്ള തൊഴിലിന്റെ ഭാഗമായി ഒരുപക്ഷെ മിനിമം വേതനം പോലും നൽകാതെ തുച്ഛമായ ശമ്പളത്തിൽ ദീർഘകാലമായി ജോലി ചെയ്തിരുന്നവരെ ഒരു ഘട്ടത്തിൽ പിരിച്ചുവിടാൻ കേന്ദ്ര ഗവൺമെന്റ് നയത്തിന്റെ ഭാഗമായി നടക്കും. യൂണിയൻ ജില്ലാ പ്രസിഡന്റ് ഡി ലക്ഷ്മണൻ അധ്യക്ഷത വഹിച്ചു. 2 മാസത്തോളമായിട്ടാണ് നമ്മൾ സമ്മേളനം തീരുമാനിച്ചത്. പങ്കെടുക്കേണ്ടവർ പങ്കാളിത്ത സംബന്ധിച്ച് അതെല്ലാം വിശദമായി ചർച്ച ചെയ്യും. ജില്ലാ സെക്രട്ടറി ഉദ്ഘാടനങ്ങൾക്ക് അതുമായി പ്രതിപാദിക്കുന്നതുകൊണ്ട് ആ വക കാര്യങ്ങളെ പോകുന്നില്ല. കായംകുള സമ്മേളനം ഏറ്റെടുക്കുമ്പോൾ കായംകുളത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ സംബന്ധിച്ചൊന്നും മനസ്സിലാക്കേണ്ടതാണ്. കഴിഞ്ഞ 24 ടൈമുകളിലായി കായംകുളം അസംബ്ലി മണ്ഡലത്തെ പ്രതികരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ജനപ്രതിനിധി കായംകുളം അസംബ്ലി മണ്ഡലത്തെ പ്രതികരിക്കുമ്പോൾ കായംകുളം അസംബ്ലി മണ്ഡലത്തിൽ പെടുന്ന ഒട്ടുമിക്ക ഗ്രാമപഞ്ചായത്തുകളും വളരെ UDFന്റെ കൈകളിൽ ഇരുന്ന നഗരസഭാ ഭരണമടക്കം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ആഭിമുഖ്യമുള്ള നമ്മുടെ നേതൃത്വം കൊടുക്കുന്ന ഭരണസമിതിയുടെ കൈകളാണ്. CITU ജില്ലാ പ്രസിഡന്റ് എച്ച് സലാം MLA, സംസ്ഥാന പ്രസിഡന്റ് എ പ്രദീപ് കുമാർ, യു പ്രതിഭ MLA, നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല, CITU ജില്ലാ വൈസ് പ്രസിഡന്റ് ബി അബിൻ ഷാ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി ജി ശ്രീനിവാസൻ, ഏരിയ സെക്രട്ടറി KP മോഹൻദാസ്, സംസ്ഥാന വൈസ് പ്രസിഡന്റ് എസ് സുമയമ്മ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ R റജീബ് അലി, എസ് ഷാഹിറ മോൾ എന്നിവർ പങ്കെടുത്തു. യൂണിയൻ ജില്ലാ സെക്രട്ടറി പി ഷാജി മോഹൻ പ്രവർത്തന റിപ്പോർട്ടും സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സുനിൽകുമാർ സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കായംകുളം. വേടനെതിരായ വനംവകുപ്പിന്റെ നിലപാടിനെ വിമർശിച്ച് PC വിഷ്ണുനാഥ് MLA. വേടന്റെ നിലപാടുകളോടുള്ള രാഷ്ട്രീയമാണ് വനംവകുപ്പിന്റെ നിലപാടിൽ കാണുന്നത്. രാവിലെ വനത്തിൽ പോയി പുലിയെ പിടിച്ച് പുലിനഖമെടുത്ത് ധരിച്ചെന്നുള്ള തരത്തിലാണ് വനംവകുപ്പിന്റെ ഇടപെടൽ. ഭരണകൂടം ദളിത് രാഷ്ട്രീയമുയർത്തുന്ന വേടനെ വേട്ടയാടുകയാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. ദളിത് രാഷ്ട്രീയമുയർത്തുന്ന വേടനെ സംസ്ഥാന ഭരണകൂടം വേട്ടയാടുകയാണെന്ന് PC വിഷ്ണുനാഥ് MLA കുറ്റപ്പെടുത്തി. വേടന്റെ നിലപാടുകളോടുള്ള രാഷ്ട്രീയമാണ് വനംവകുപ്പിന്റെ നിലപാടിലുള്ളത്. രാവിലെ വനത്തിലെത്തി പുലിയെ പിടിച്ച് പുലിനഖം മാറിൽ ചാർത്തുന്ന രീതിയാണ് വേടൻ സ്വീകരിച്ചതെന്ന രീതിയാണ് വനംവകുപ്പ് സ്വീകരിക്കുന്നത്. എന്നാൽ മാറിൽ പുലിനഖം ധരിക്കുന്ന മറ്റു പലരുമുണ്ട്. ഇവരുടെ ആരുടെയും കാര്യത്തിലുള്ള നിലപാടല്ല വേടന്റെ കാര്യത്തിലുള്ളതെന്നും PC വിഷ്ണുനാഥ് കുറ്റപ്പെടുത്തി. KPMS സംസ്ഥാന സമ്മേളനം കുണ്ടറ വ്യാപാര ഭവനിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു PC വിഷ്ണുനാഥ് MLA. പുലിപ്പല്ല് ഉപയോഗിക്കുന്നു. വനംവകുപ്പിന്റെ പ്രവർത്തനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ വേടൻ രാവിലെ വണ്ടിയെടുത്ത് കാട്ടിൽ പോയി നേരെ ആദ്യം കണ്ട പുലിയെ വെടിവെച്ച് കൊന്ന് അതിന്റെ പല്ല് പറിച്ചെടുത്ത് കഴുത്തി കെട്ടിത്തൂക്കി എന്ന രൂപത്തിലാണ്. ഇവിടെ പല ആളുകളും പുലിനഖവും പുലിപ്പല്ലും ഒക്കെ ധരിച്ച് നടക്കുന്നുണ്ട്. നമ്മളെല്ലാം TV കാണുന്നുണ്ട്. 1ഉം 2ഉം ഒക്കെ ധരിക്കുന്നവരുണ്ട്. പക്ഷെ അവരോടൊന്നും ഇല്ലാത്തൊരു സമീപനം വേടനോട് കാണിച്ചതിന്റെ കാര്യം വേടന്റെ ശരീരത്ത് കഴുത്തിൽ തൂക്കിയിട്ട പുലിപ്പല്ലല്ല, വേടൻ തന്റെ പാട്ടുകളിൽ കൂടി പറയുന്ന പൊള്ളിക്കുന്ന സാമൂഹിക യാഥാർത്ഥ്യമാണ്, ദളിത് രാഷ്ട്രീയമാണ്. അതിനുണ്ടായ അവസരമാണ്. മഹാത്മാ അയ്യങ്കാളിയുടെ, മഹാത്മാ ബാബാ സാഹിബ് അംബേദ്കറുടെ സാമൂഹ്യ നീതിയുടെ പൊള്ളുന്ന രാഷ്ട്രീയത്തെ ഉള്ളു പൊള്ളിക്കുന്ന വിധത്തിൽ പാട്ടിന്റെ മാധ്യമത്തിൽ കൂടി വേടൻ അവതരിപ്പിച്ചപ്പോൾ വേടൻ പാട്ടിൽ കൂടി മുന്നോട്ട് വെച്ച രാഷ്ട്രീയം അത് വലുതായി ചെറുപ്പക്കാരെ ആകർഷിക്കുന്നു. VK ബാബു അധ്യക്ഷത വഹിച്ചു. വിവിധ ജില്ലകളിൽ നിന്നായി 260 പ്രതിനിധികൾ പങ്കെടുത്തു. CM നാരായണൻ, മധുസൂദനൻ, വാസു വേങ്ങര, ഗീത അയ്യപ്പൻ, AM മോഹനൻ, സരോജിനി തങ്കപ്പൻ, രാജീവ് പ്രസാദ്, ND വേലായുധൻ, K തുളസീധരൻ, മധു തെറ്റിച്ചിറ, K അശോക് കുമാർ, S സുധീർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. ശബരിമല ദർശനം. രാഷ്ട്രപതി ദ്രൗപദി മുർമു 18-ന് കേരളത്തിലെത്തും. ശബരിമലയിലെത്തുന്ന ആദ്യ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു. ഇതോടെ വെർച്വൽ ക്യൂ ബുക്കിംഗിൽ ഉൾപ്പെടെ ദേവസ്വം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. ശബരിമല സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൗപദി മുർമു മെയ് 18-ന് കേരളത്തിലെത്തുമെന്ന് വിവരം. 18, 19 തീയതികളിൽ രാഷ്ട്രപതി കേരളത്തിലുണ്ടാകും. കോട്ടയം കുമരകത്തായിരിക്കും രാഷ്ട്രപതി തങ്ങുകയെന്നാണ് റിപ്പോർട്ട്. രാഷ്ട്രപതിയുടെ സന്ദർശനത്തിന് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കാൻ സംസ്ഥാന സർക്കാരിന് വിവരം ലഭിച്ചതായി സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു. ഇടവമാസ പൂജയ്ക്കായി ശബരിമല നട തുറക്കുമ്പോൾ രാഷ്ട്രപതി എത്തുമെന്ന് പോലീസും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനും നേരത്തെ അനൌദ്യോഗിക അറിയിപ്പ് ലഭിച്ചിരുന്നു. ഇതോടെ വെർച്വൽ ക്യൂ ബുക്കിംഗിൽ ഉൾപ്പെടെ ദേവസ്വം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. രാഷ്ട്രപതി സന്ദർശിക്കുന്ന ദിവസങ്ങളിൽ ശബരിമലയിൽ കടുത്ത നിയന്ത്രണങ്ങൾ ഉണ്ടാകും. ആദ്യമായാണ് ഒരു രാഷ്ട്രപതി ശബരിമലയിലെത്തുന്നത്. മെയ് 14-നാണ് ഇടവമാസ പൂജകൾക്കായി ശബരിമല നട തുറക്കുന്നത്. രാഷ്ട്രപതിയുടെ സന്ദർശനം പ്രമാണിച്ച് ശബരിമലയിൽ മരാമത്ത് ജോലികൾ ദ്രുതഗതിയിലാക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട.
സീവേജ് ടാങ്കർ നിയന്ത്രണം വിട്ട് മറിഞ്ഞ് 2 പേർക്ക് പരിക്ക്. KP റോഡിൽ ചാരുമൂട് കരിമുളയ്ക്കലായിരുന്നു അപകടം. ടാങ്കർ നിയന്ത്രണം വിട്ട് പോസ്റ്റിലും മതിലിലും ഇടിച്ച് മറിയുകയായിരുന്നു. കായംകുളം പുനലൂർ റോഡിൽ ചാരുമൂട് കരിമുളയ്ക്കൽ തുരുത്തിയിൽ ജംഗ്ഷന് സമീപമായിരുന്നു അപകടം. സീവേജ് ടാങ്കർ നിയന്ത്രണം വിട്ട് പോസ്റ്റിലും മതിലിലും ഇടിച്ച് മറിയുകയായിരുന്നു. ഡ്രൈവർ സുജിത്ത്, സഹായി ഷാജി എന്നിവരെ പരിക്കുകളോടെ കറ്റാനത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തിങ്കളാഴ്ച രാവിലെയായിരുന്നു അപകടം. ന്യൂസ് ബ്യൂറോ, ചാരുമൂട്. കുണ്ടറ നല്ലില ബദിൽ സെന്റ് ജോർജ് ഓർത്തഡോക്സ് തീർത്ഥാടന പള്ളിയിൽ ജോർജിയൻ പുരസ്കാരം സമ്മാനിച്ചു. ഗീവർഗീസ് സഹദായുടെ ഓർമ്മ പെരുന്നാളിന്റെ ഭാഗമായാണ് പുരസ്കാരം നൽകിയത്. മൈൻഡ് സംഘടന വൈസ് ചെയർമാൻ കൃഷ്ണകുമാറിനാണ് പുരസ്കാരം നൽകിയത്. നല്ലില ബഥേൽ സെന്റ് ജോർജ് ഓർത്തഡോക്സ് തീർത്ഥാടന പള്ളിയിലെ ഗീവർഗീസ് സഹദായുടെ ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ചാണ് ജോർജിയൻ പുരസ്കാരം സമ്മാനിക്കുന്നത്. മൈൻഡ് സംഘടനാ വൈസ് ചെയർമാൻ കൃഷ്ണകുമാറിനാണ് പുരസ്കാരം നൽകിയത്. ഇതിന്റെ ഭാഗമായി നടത്തിയ സമ്മേളനം ഷാഫി പറമ്പിൽ MP ഉദ്ഘാടനം ചെയ്തു. ഞാൻ ആദ്യം പറഞ്ഞ സന്തോഷത്തോടൊപ്പം തന്നെയാണ് പ്രധാനം എനിക്ക് രണ്ടാമത്തെ സന്തോഷം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഞങ്ങളൊക്കെ കേരള വിദ്യാർത്ഥി യൂണിയന്റെ ഒരു സാധാരണ പ്രവർത്തകരായി പട്ടാമ്പിയിലെ ഗവൺമെന്റ് കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഞങ്ങൾക്ക് ആരോ കുറിച്ചു തന്ന നമ്പറാണ് 9847438371 എന്ന അന്നത്തെ എസ്കോട്ടലിൻ്റെ നമ്പർ. അന്നത്തെ KSU സംസ്ഥാന പ്രസിഡന്റിന്റെ നമ്പറാണ്. ഇപ്പോൾ കോളേജിന്റെ യൂണിറ്റിൽ പഠിക്കുന്ന ഒരു സാധാരണ KSU പ്രവർത്തകന് സംസ്ഥാന പ്രസിഡന്റിനെ നേരിട്ട് വിളിക്കാവോ, അല്ലെങ്കിൽ ജില്ലാ പ്രസിഡന്റും സംസ്ഥാന ഭാരവാഹികളും ചുമതലക്കാരും ഒക്കെ അതിനെ സംബന്ധിച്ചൊന്നും അറിയാത്തൊരു കാലത്തും നേരിട്ട് വിളിച്ചിട്ട് ഞങ്ങളുടെ കൺവെൻഷന് വരാവോ പ്രസിഡന്റ് എന്ന് ചോദിച്ചപ്പോൾ മോൻ എവിടുന്നാ വിളിക്കുന്നതെന്ന് ചോദിച്ചന്വേഷിച്ച് നമ്പർ എഴുതി വെച്ചിട്ട് ഞാനൊരു ഡേറ്റ് നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞ് തിരിച്ച് ഞങ്ങൾ വിളിച്ച ഡേറ്റ് പറഞ്ഞു. ഞാൻ ഒരു സാധാരണ KSU പ്രവർത്തനായി കൊടി പിടിച്ച കാലത്ത് അദ്ദേഹം ഞങ്ങളുടെ ക്യാമ്പസിലേക്ക് കടന്നു വന്ന് ഞങ്ങളുടെ യൂണിറ്റ് ഉദ്ഘാടനം ചെയ്തു. കൊൽക്കത്ത ഭദ്രാസനാധിപൻ അലക്സിയോസ് മാർ യൗസേബിയോസ് മെത്രാപ്പൊലീത്ത അധ്യക്ഷത വഹിച്ചു. PC വിഷ്ണുനാഥ് MLA ജീവകാരുണ്യ സഹായവും രാഹുൽ മാങ്കൂട്ടം MLA പഠന സഹായവും വിതരണം ചെയ്തു. നമ്മളെല്ലാവരും എന്തെങ്കിലും ചെറിയ പ്രയാസങ്ങൾ വരുമ്പോൾ പെട്ടെന്ന് ജീവിതത്തിൽ തളർന്നു പോകുന്നവരാണ്. കൃഷ്ണകുമാറിന്റെ ജീവിതം ഒരു വലിയ മാതൃകയാണ്. അദ്ദേഹം എന്നെയൊക്കെ കാണാൻ ഇതിനു മുൻപ് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കാര്യത്തിന് വേണ്ടിയിട്ടല്ല, നിയമസഭ സമ്മേളിക്കുന്ന സമയത്തൊക്കെ അദ്ദേഹത്തെ പോലെ ഈ പ്രയാസം അനുഭവിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. ആ കമ്മ്യൂണിറ്റിയുടെ പ്രശ്നങ്ങൾ നിയമസഭയിൽ അവതരിപ്പിക്കണമെന്ന്, എന്തു പറയണമെന്ന് സംബന്ധിച്ച് നോട്ടൊക്കെ തയ്യാറാക്കി ഞങ്ങളെയെല്ലാം വന്ന് കാണുന്ന, എന്നെയാണെങ്കിലും അതിനു മുമ്പ് MLA ആയ അവസരത്തിൽ ഷാഫിയും എല്ലാം വന്ന് കാണുന്ന ഒരു കൃഷ്ണകുമാർ ഞങ്ങൾക്കെല്ലാം യഥാർത്ഥത്തിൽ വലിയ ഒരു പ്രചോദനമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വികാരി ഫാദർ ബേസിൽ J. പണിക്കർ, നെടുമ്പന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജാകുമാരി, പഞ്ചായത്ത് അംഗങ്ങളായ ഷീല മനോഹരൻ, BS സജിത, ഇടവക ട്രസ്റ്റി റോയി, പെരുന്നാൾ ജനറൽ കൺവീനർ DP റോയി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് വീണ്ടും പേവിഷബാധയേറ്റ് മരണം. തിരുവനന്തപുരം SATയിൽ ചികിത്സയിലായിരുന്ന 7 വയസ്സുകാരി മരിച്ചു. പത്തനാപുരം സ്വദേശിനി നിയ ഫൈസലാണ് മരിച്ചത്. പത്തനാപുരത്ത് നാശം വിതച്ച് കാറ്റും മഴയും. വാഹനത്തിന് മുകളിൽ മരം വീണു. വിവിധയിടങ്ങളിൽ നാശനഷ്ടം. വീടിന്റെ മേൽക്കൂര കാറ്റിൽ പറന്നുപോയി. പട്ടാഴിയിൽ നായക്കൂട്ടിലൊളിപ്പിച്ച് അനധികൃത മദ്യവിൽപ്പന. നിരവധി കേസുകളിലെ പ്രതി അറസ്റ്റിൽ. പട്ടാഴി കോളൂമുക്ക് സ്വദേശി ഭദ്രൻ പിള്ളയാണ് അറസ്റ്റിലായത്. വേടനെതിരായ വനം വകുപ്പിന്റെ നിലപാടിനെ വിമർശിച്ച് PC വിഷ്ണുനാഥ് MLA. വേടന്റെ നിലപാടുകളോടുള്ള രാഷ്ട്രീയമാണ് വനം വകുപ്പിന്റെ നിലപാടിൽ കാണുന്നത്. ദളിത് രാഷ്ട്രീയം ഉയർത്തുന്ന വേടനെ വേട്ടയാടുകയാണെന്നും MLA. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.